ക്ലിനിക്ക് കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറച്ച് കക്ക ഇറച്ചി കിട്ടി, അത് വാങ്ങിച്ചു. അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, മെനക്കെട്ട പണിയാണ് കക്ക ഇറച്ചി ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഉളുമ്പ് മണം ഉണ്ടാവും പിന്നെയും. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉളുമ്പ് മണവും മാറും, അതൊന്ന് കുറച്ച് വെന്തും കിട്ടും. ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല, എൻ്റെ തട്ടിക്കൂട്ട് കക്ക ഇറച്ചി റോസ്റ്റെന്നോ ഫ്രൈന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതാണ് കേട്ടോ, റെസിപ്പി ആയിട്ട് വീഡിയോ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ചെയ്തപ്പോൾ ഞാനൊന്ന് എടുത്തിന് വന്നത്. കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ നിറമാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സവാളയും നമ്മുടെ പച്ചമുളകും കൂടി ഇടുക. പിന്നെ അതിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചക്കുരുമുളക് ഇട്ടുവാണെങ്കിൽ നല്ലത്, അതും ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, സവാള, പച്ചമുളക്, പച്ചക്കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വഴറ്റേണ്ടത്. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മസാലയാണ്. എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. മസാല വരുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല കേട്ടോ, മഞ്ഞപ്പൊടി. നമ്മൾ പറയുമ്പോൾ ഒരു ഫ്ലോയിൽ മുളക് പൊടി മല്ലിപ്പൊടി എന്ന് പറയുമല്ലോ, അതാണ്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടി, ഇത്രയാണ് പൊടികൾ വരുന്നത്. അതെല്ലാം കൂടി ഇട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വരെ വഴറ്റിയിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച കക്ക അങ്ങോട്ട് ചേർക്കുക. നന്നായിട്ട് ഈ മസാല അതിലേക്ക് പിടിക്കുന്നിടം വരെ ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നടച്ച് വെച്ചിട്ട് നമ്മളെടുത്ത് കഴിയുമ്പോൾ ഇതാണ് ബാച്ചിലേഴ്സ് തട്ടിക്കൂട്ട് കക്ക ഫ്രൈ റോസ്റ്റ്.